പശ്ചിമഘട്ട മലമുടക്കുകളിൽ അക്ഷര വെളിച്ചം ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അറിവിന്റെ വാതായനങ്ങൾ തുറന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയം ശ്രീ വിവേകാനന്ദ പഠനകേന്ദ്ര പാലേമാട് എടകര. റോഡിനു വേണ്ടിയുള്ള മുറവിളിക്ക് 4 പതിറ്റാണ്ട് യാത്രാ ദുരിതത്തിന് പരിഹാരമില്ലാതെ പാലക്കയം കോളനി നിവാസികൾ. ഇക്കുറി വോട്ട് ചെയ്യാൻ ഇല്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം. യാത്രാ ദുരിതത്തിന്റെ നേർക്കാഴ്ച കാണണമെങ്കിൽ ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിലെ പാലക്കയം ആദിവാസി കോളനിയിൽ എത്തണം. പഞ്ചായത്തിന്റെ സ്ഥിര കേന്ദ്രമായ അകമ്പാടം അങ്ങാടിയിൽ നിന്നും 11 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാലക്കയം ആദിവാസി കോളനിയിൽ എത്തും. മൂലേപ്പാടത്തു നിന്നുമുള്ള 5 കിലോമീറ്റർ റോഡ് ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായ ശേഷം മാറി മാറി ജനപ്രതിനിധികൾ വരികയും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പാലക്കയം കോളനിയിലേക്ക് റോഡ് നിർമ്മിക്കും എന്ന വാഗ്ദാനം നൽകുകയും ചെയ്തതല്ലാതെ പാലക്കയം കോളനിക്കാർക്ക് റോഡ് മാത്രം യാഥാർത്ഥ്യമായില്ല. പാലക്കയം കോളനിയിലേക്ക് റോഡ് യാഥാർത്ഥ്യമായ ശേഷമേ ഇനി വോട്ട് ചെയ്യാൻ കോളനി നിവാസികൾ തയ്യാറുള്ളൂ എന്ന് നിലവിൽ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന പാലക്കയം കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചെറുപ്പകാലത്ത് കൂപ്പ് റോഡാണ്, മുളയായിട്ടും മരമായിട്ടും കൂപ്പ് റോഡ് നല്ല റോഡായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ ഇവര് വന്ന് തന്നെയല്ല പ്രളയമായിട്ടും മറ്റേതായിട്ടും ഒലിച്ചു പോയിട്ടും റോഡാകെ കുണ്ടും കുയ്യായി, വാഹനങ്ങൾ പോരുന്നില്ല. സാധാരണ 7-5 12-13 കിലോമീറ്ററേ ഉള്ളൂ അകമ്പാടത്ത് നിന്നിട്ട്. ആ 12 കിലോമീറ്ററിനാണ് ഈ പറഞ്ഞ 1200-600 കൊടുക്കുന്നത്. അപ്പൊ അതിനെ കൊണ്ട് നേരത്തെ ആണെങ്കിൽ ഏത് വണ്ടിയും ഇവിടെ വരുമ്പോണ്ടായിരുന്നു 100 റുപ്യക്കൊക്കെ വന്നിരുന്നു നേരത്തെ. ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ 50 കൊല്ലത്തോളം ഇവിടെ തന്നെ സ്ഥിരതാമസം കഴിഞ്ഞു. അന്നത്തെ കാലത്തൊക്കെ പിന്നെ വാഹനം എല്ലാം നിക്കമാറൊക്കെ നടപ്പായിരുന്നു. അത് കാട്ടുകൂടി ഉൾക്കാട്ടുകൂടി പല സ്ഥലത്തുകൂടി ഇങ്ങനെ പിടിച്ചു പോകും. ടെൻഡർ അടക്കം പൂർത്തിയായ സർക്കാർ രേഖ കിട്ടണം. താൻ പട്ടികവർഗ വകുപ്പിന്റെ ഉപദേശക സമിതി അംഗമായിരിക്കെ വകുപ്പ് മന്ത്രിയെ ഉൾപ്പെടെ കോളനിയുടെ ദയനീയ അവസ്ഥ കാണിച്ച് ബോധ്യപ്പെടുത്തി 3 കോടി രൂപ റോഡിനായി അനുവദിപ്പിച്ചു. 2017 ഏറനാട് MLA PK ബഷീർ ആഘോഷമായി റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയതല്ലാതെ മറ്റൊന്നും നടന്നില്ല. പ്രവൃത്തിയുടെ ഭാഗമായി റോഡിൽ കുറച്ചു ഭാഗത്ത് പതിച്ച കല്ലുകൾ ഇളകിപ്പോയതിനാൽ റോഡ് വളരെ മോശമായ അവസ്ഥയിലാണ്. കഴിഞ്ഞ 5 വർഷം ഗ്രാമപഞ്ചായത്ത് അംഗമെന്ന നിലയിൽ 1200 ജീപ്പ് കൂലി നൽകിയാണ് ബോർഡ് യോഗത്തിൽ പങ്കെടുത്തത്. 50 വർഷം മുൻപ് റോഡ് ഇതിലും ഭേദമായിരുന്നുവെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇക്കുറി വോട്ട് ചെയ്യേണ്ടെന്ന പൊതുവികാരമാണ് കോളനിക്കാർക്കുള്ളതെന്ന് കല്യാണി ടീച്ചർ പറഞ്ഞു. റേഷൻ വാങ്ങാന്ന് പറഞ്ഞാൽ ആദിവാസികൾക്ക് സൗജന്യ റേഷൻ സർക്കാർ കൊടുക്കുന്നുണ്ട്, വളരെ സന്തോഷം. പക്ഷെ ഉൾക്കാട്ടിൽ കിടക്കുന്ന വാഹന സൗകര്യം ഇല്ലാത്ത കോളനി നിവാസികൾക്ക് ആ സൗജന്യ റേഷൻ എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളില് ഇവിടുന്ന് ഒരു 8-9 കിലോമീറ്റർ, ഏകദേശം 15 കിലോമീറ്റർ വെറ്റിലക്കൊല്ലി എടുക്കുമ്പോ ആ വെറ്റിലക്കൊല്ലി പാലക്കയം ഈ കോളനി നിവാസികൾ ഇടിവണ്ണയാണ് ഞങ്ങളുടെ റേഷൻ കട. 64 നമ്പറിൽ എല്ലാവരും ഏത് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും, ഞങ്ങളിവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും വെറ്റിലക്കൊല്ലിക്ക് പാലക്കയം നിവാസികൾക്ക് റേഷൻ കടയിൽ പോകാൻ 600 രൂപ, തിരിച്ച് ഇങ്ങോട്ട് വരാനാ. അങ്ങനെ 1200 രൂപ ഒരു മാസം റേഷന്. വെറ്റിലക്കൊല്ലിക്കാർക്ക് 1200 രൂപ റേഷൻ കടയിലേക്ക് എത്താനും റേഷൻ മേടിച്ച് തിരിച്ച് കോളനിയിൽ എത്താനും 1000, അങ്ങനെ 2400 രൂപ അവർക്ക്. ഇത്രയും കാലം കോളനി നിവാസികളെ റോഡിന്റെ കാര്യം പറഞ്ഞ് പറ്റിക്കുകയായിരുന്നുവെന്നും കല്യാണി ടീച്ചർ പറയുന്നു. 2018 പ്രളയത്തിൽ തകർന്ന തൂക്കുപാലം ഇനിയും പുനർനിർമ്മിച്ചിട്ടില്ല. എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ P അമൽ പറയുന്നത് കേട്ടാൽ കോളനിയിലെ അവസ്ഥ മനസ്സിലാകും. റോഡ് 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇവിടെ രാഷ്ട്രീയക്കാർ വരാറുള്ളൂ. ഇവിടെ സ്കൂളിൽ പോകാനും കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. വെള്ളം കൂടിയാൽ പോകാൻ പറ്റില്ല, സ്കൂള് തുറക്കില്ല, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട്. വെണ്ണക്കോട് എത്തണം, ഒരു ഓട്ടോറിക്ഷ കിട്ടണമെങ്കിൽ. അവിടുന്ന് അകമ്പാടം വരെ എത്തണമെങ്കിൽ 150 റുപ്യ വേണം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല പൈസയാവും. ബുക്കിന് തന്നെ 300 രൂപ. ആ വണ്ടിക്കൂലി നമ്മൾ വിൽക്കുന്ന സാധനത്തിനെക്കാട്ടിലാണ് വണ്ടിക്കൂലി വരുന്നത്. ആ റോഡ് പ്രശ്നമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. റോഡൊന്നും ശരിയായില്ല.
360 രൂപയുടെ നോട്ട്ബുക്ക് വാങ്ങി കോളനിയിൽ തിരിച്ചെത്താൻ അമലിന് വണ്ടിക്കൂലി ഇനത്തിൽ ചെലവായത് 400 രൂപ. ഇത്രയും തുക ചിലവഴിച്ച ശേഷം വെണ്ണേക്കോട് കോളനിയിൽ നിന്നും 3 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചുമാണ് അമൽ കോളനിയിൽ എത്തിയത്. 5 വർഷം കൂടുമ്പോൾ വോട്ട് തേടി എത്തുന്നവരെ പിന്നെ കാണാറില്ലെന്നും അമൽ പറയുന്നു. കോളനി നിവാസികളായ ഹരിദാസിനും കൃഷ്ണൻകുട്ടി, ഗോപാലനും പറയാനുള്ളതും റോഡിന്റെ ദുരവസ്ഥ തന്നെ. 30 കിലോ അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കും. ഇത് വാങ്ങി ഇടിവണ്ണയിൽ നിന്നും കോളനിയിൽ എത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 1200 രൂപ ജീപ്പ് വാടക നൽകണം. വെറ്റിലക്കൊല്ലി കോളനിക്കാർക്ക് 2400 രൂപയും. ഈ കോളനിയിൽ 162 വോട്ടുകൾ ഉണ്ട്. അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കയത്തെ പറ്റി പറയാൻ രാഷ്ട്രീയക്കാർക്ക് 100 നാവാണ്. റോഡ് ഗതാഗത യോഗ്യമായാൽ വെറ്റിലക്കൊല്ലി കോളനിക്കാർക്കും ഏറെ സഹായകരമാകും. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.